ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ 10th മെയിൻസിൻ്റെയും 12th മെയിൻസിൻ്റെയും അതേപോലെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെയൊക്കെ സിലബസും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റ് വെക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ ടെൻസ് പഠിപ്പിച്ചു എന്ന് വിചാരിച്ചോ. ടെൻസ് ഫുള്ളായിട്ട് കേട്ടോ, ടെൻസ് കംപ്ലീറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ ടെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ പിറ്റേ ദിവസം വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടും അതിൻ്റെ മോക്ക് ടെസ്റ്റായിട്ടും നമ്മൾ കവർ ചെയ്തു പോകും. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ മിക്സഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മിക്സഡ് ആയിട്ട് അത് 2 ദിവസം കൂടുമ്പോഴായിരിക്കും നമ്മൾ എല്ലാ ടോപ്പിക് വൈസിനും, അതായത് എല്ലാ ടോപ്പിക്കിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ്, അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും ലേറ്റസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ആ മോക്ക് ടെസ്റ്റ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ അതിനകത്ത് 25 ദിവസം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സും ബാക്കി 25 ദിവസമാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 25 × 20 എന്ന് പറയുമ്പം 500 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്തു പോകും. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സഡ് ആയിട്ട്, അതായത് എല്ലാ ടോപ്പിക്കിൽ നിന്നും മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, വെറുതെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞു പോവുമല്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ 4 ഓപ്ഷൻസ് എന്തുകൊണ്ട് ഇത് വന്നില്ല, ആ വന്നില്ലേക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ശരിയായിട്ടുള്ള ഒരു ആൻസർ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരില്ല. നമ്മൾ പറയില്ല എന്തുകൊണ്ട് ഈ ആൻസർ വന്നില്ല, അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് തെറ്റ്. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ. ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് അത് വന്നില്ല എന്നുള്ളൊരു രീതിയിൽ വേണം പഠിക്കാൻ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ നെഗറ്റീവ് അടിക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്. എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് ഓരോ ഓപ്ഷൻസ് വന്നില്ല എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇനി നമ്മൾ കുക്കറി ഷോയിലൊക്കെ പറയില്ലേ, ഇംഗ്ലീഷ് പഠിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ, നമ്മുടെ ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു നോട്ട്ബുക്കും ഒരു പേനയും, അത് എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ അല്ലേ, എന്തായാലും വേണം. അപ്പം പലർക്കും ഇത് നോട്ട് എഴുതിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാതും എഴുതിയെടുക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാത്ത പോയിൻറ്റ്സ് ഏതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ, ആ പോയിൻറ്റ്സുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. അത് മാത്രം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ടിപ്പ് പറയുകയാണെങ്കിൽ അത് മാത്രം എഴുതിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ അത് ഏത് പോർഷനിലാണ്, ഇപ്പോൾ ടെൻസിനകത്താണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ എനിക്ക് തെറ്റുന്നു, അല്ലെങ്കിൽ സിൻസും ഫോർ വരുമ്പോൾ എനിക്ക് തെറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് തെറ്റുന്നത് അത് ജസ്റ്റ് ആ ബുക്കിനകത്ത് എഴുതിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ഞാൻ തരുന്ന നോട്ട്സിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആവാൻ പോകുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ തെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു നോട്ട്ബുക്ക് എന്തായാലും വേണം, അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഒരു പേന, ഇത് രണ്ടും മതി കേട്ടോ മെയിനായിട്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ബുക്സ് കയ്യിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്സ് വെച്ചിട്ട് പഠിക്കാം. ഇനി PYQൻ്റെ ബുക്ക് ഇല്ലയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലും തരാം, ടെലഗ്രാമിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നോട്ട്സ് ആണെങ്കിൽ ഞാൻ ഓരോന്നിൻ്റെ നോട്ട്സായിട്ടും ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന മെയിൻസ് നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം. അതിന് എന്തായാലും എൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഡെയിലി ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ജോലിക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ, കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്കിപ്പോൾ ഡെയിലി 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അരമണിക്കൂർ ഞാൻ ഉദ്ദേശിച്ച് ഒരു വേഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ PSCയുടെ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കേട്ടോ. കിട്ടുന്ന ടൈമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ ഏത് ഫംഗ്ഷന് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും നെഗറ്റീവ് അടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു എന്താ കിട്ടേണ്ടത്, നമുക്കൊരു നെഗറ്റീവ് എനർജി അല്ല കിട്ടേണ്ടത്, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണം. നമ്മളെ കുറേ ആൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെ അത് ഏറ്റെടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കില്ല, നമ്മൾ കൂടുതലും ആ ഒരു ദേഷ്യം നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഞാൻ ടൈം ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാമറിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ വൊക്കാബുലറിയുടെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മൾ വീഡിയോസൊക്കെ ആയിരിക്കും പലതും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഇനിയും SC ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ നോക്കിയിട്ട് അതിൽ നിന്നുള്ള വൊക്കാബുലറി സെഷൻസും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ കേട്ടു പോവാം. അപ്പം വൊക്കാബുലറി അല്ലേ, അത് കിട്ടില്ല, 5 മാർക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള മൈൻഡ് അല്ല നമുക്ക് വേണ്ടത്. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. മാക്സിമം ജസ്റ്റ് കേട്ടു പോവാം. ഞാൻ കോഡ് അടക്കമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് 4 ഓപ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇനി വൊക്കാബുലറിയുടെ കാര്യത്തിലുണ്ടല്ലോ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിനകത്ത് ഞാൻ വൊക്കാബുലറി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. വൊക്കാബുലറി ഒരാഴ്ച നിങ്ങൾക്ക് 3 ദിവസം കിട്ടുന്ന രീതിയിൽ ഞാൻ വൊക്കാബുലറിയുടെ ക്ലാസ് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം SSC ലെവലുള്ള ക്വസ്റ്റ്യൻസാണ് വൊക്കാബുലറിയൊക്കെ ചോദിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ അടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ള 2-3 വീഡിയോസിന് തന്നെ വൊക്കാബുലറി വന്നിട്ടുണ്ട് അല്ലേ. സിനോണിംസ് ആണെങ്കിലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ SSC ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന സിനോണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഫോറിൻ വേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം സമയം വേണം. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, അതിന് കോഡ് സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾക്ക് തരാൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ ക്ലാസ് വയ്ക്കുന്നില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസമായിരിക്കും നമ്മൾ വൊക്കാബുലറിയുടെ ക്ലാസ് വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റഡി ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും തരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടെങ്കിലും പോവാം. എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ജസ്റ്റ് കേട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ കാരണം കോഡൊക്കെ പറയുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ മെമ്മറിയിലേക്ക് വന്നോളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇംഗ്ലീഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സയൻസ്, സോഷ്യൽ, മലയാളം, കറണ്ട് അഫെയർസ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ ടോപ്പിക്കായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സയൻസിൻ്റെ ആണെങ്കിൽ ഞാൻ ഫുൾ ടോപ്പിക്ക് തീർക്കും എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, അങ്ങനെ SCERTക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാർക്ക് കിട്ടുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ആദ്യം കവർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യലും മലയാളവും ഇതല്ലാതും മലയാളമൊക്കെ മിക്കവാറും കോഡ് ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട്, കാരണം ഇംഗ്ലീഷ് നമ്മൾ ഫുള്ള് കവർ ചെയ്യുകയാണല്ലോ, അപ്പോൾ നമ്മുടെ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി എക്കണോമിക്സും ഉണ്ട്, അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എക്കണോമിക്സും ബാക്കിയൊക്കെ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിൽ കോഡ് ക്ലാസ്സൊക്കെ സെറ്റാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകം സജസ്റ്റ് ചെയ്യാമോ എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 1-2 വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഏതാ നല്ല പുസ്തകം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, അങ്ങനെ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്സ് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്സ് ആട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് അബൂട്ടി സാറിൻ്റെ പുസ്തകമാണ്. അബൂട്ടി സാറിൻ്റെ PYQൻ്റെ ഒരു പുസ്തകമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലിറ്റിൽ ഡ്രോപ്സിൻ്റെ ബുക്ക്, ഇത് രണ്ടുമാണ് ഞാൻ ഫോളോ ചെയ്യാറ്. പ്ലസ് ഈ പറഞ്ഞ പോലെ SSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ സിനോണിംസും വൊക്കാബുലറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാറ് കേട്ടോ. അപ്പോൾ ഈ 2 പുസ്തകങ്ങളാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്സ്. രണ്ടും നല്ല ബുക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ചെയ്തത്. ഇനി നിങ്ങളുടെ സജഷൻസും കൂടെ വേണം കേട്ടോ. അതായത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്കും എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ അല്ലെങ്കിൽ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് എടുക്കണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സജഷൻസും കൂടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ റെഡി ആണെങ്കിൽ 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും കൂടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ബുക്കും പേനയും മറക്കണ്ട. ബൈ.